നമസ്കാരം. എത്ര ദ്രോഹിച്ചാലും എത്ര അധിക്ഷേപിച്ചാലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് മുസ്ലിങ്ങളോടുള്ള കലി തീരുന്നില്ല, വെറുപ്പ് തീരുന്നില്ല. UP എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അത്തരത്തിൽ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി മുസ്ലിങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുന്നു. ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ പുറത്തു കാണാൻ പാടില്ല എന്നതാണ് ഇപ്പോൾ യോഗിയുടെ ഒരു തീരുമാനം. അതായത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമത്രേ. ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത UPയിലെ ഷാജഹാൻപൂരിൽ 10 കിലോമീറ്ററിനുള്ളിലെ 70ഓളം മുസ്ലിം പള്ളികൾ ടാർപോളിനിട്ട് മൂടിയിരിക്കുന്നു. പള്ളികൾ ആരും കാണാൻ പാടില്ല. ഹോളി ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ, തെരുവിൽ ആഘോഷം നടക്കുന്ന സമയത്ത് അതിന്റെ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ ലോകം കാണും. ഈ ഒരു സമയത്ത് പള്ളിയുടെ ചിത്രം ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് പള്ളികൾ ടാർപോളിനിട്ട് മൂടിയിരിക്കുന്നു. പരിശുദ്ധ റമദാൻ മാസത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം യോഗി ആദിത്യനാഥ് നടത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തറാവീഹ് നമസ്കാരം കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് നേരെ അവരെ കത്തിയുടെ മുനയിൽ നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് ജയ് ശ്രീരാം വിളിപ്പിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായാലും യോഗിയുടെ UPയിൽ നിന്നും മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരമായിട്ടുള്ള അക്രമ സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം പള്ളികളെ ലക്ഷ്യം വെക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് BJP അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾ മുസ്ലിം പള്ളികൾക്കെതിരെ തിരിയുമ്പോൾ അതിനെതിരെ മുസ്ലിങ്ങൾ പ്രതികരിച്ചാൽ അവരെ കൊന്നുകളയുന്നു. ഏറ്റവും അവസാനം യോഗി പറയുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങൾ ഹോളി ആഘോഷങ്ങൾ നടക്കുമ്പോൾ വീടിന് വെളിയിൽ ഇറങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ പള്ളികൾ ടാർപോളിനിട്ട് മൂടണം. ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കുറച്ചു കാലങ്ങളായി UPയിൽ നടക്കുന്ന അക്രമ സംഭവങ്ങൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഇവിടുത്തെ മുസ്ലിങ്ങളാണോ? എല്ലാവർക്കും അറിയാം, സംഘപരിവാരങ്ങളാണ്. എല്ലാ അക്രമ സംഭവങ്ങൾക്കും പുറകിൽ പ്രവർത്തിക്കുന്നത് സംഘപരിവാരങ്ങളാണ്. എന്നാൽ ഇത് മറച്ചു വെക്കുന്നതിന് വേണ്ടി, എല്ലാ പ്രശ്നങ്ങൾക്കും പുറകിൽ മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ രാജ്യത്തെ ഭരണാധികാരി, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇയാളെ കയറഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഒരു അന്വേഷണം നടത്താനോ ആർക്കും കഴിയുന്നില്ല. മുസ്ലിങ്ങൾക്കെതിരെ അധിക്ഷേപങ്ങൾ നടത്തുന്ന, മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതികൾക്കും കഴിയുന്നില്ല. എന്തായാലും കോടതികളിൽ പരാതി സമർപ്പിച്ച് പലപ്പോഴും വിധികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള യോഗിയെ പോലുള്ള ആളുകൾ നടത്തുന്ന, തുടർച്ചയായി മുസ്ലിങ്ങൾക്കെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊരിയുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോടതികളിൽ ഒരുപാട് പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഈ പരാതികളിലും തീർപ്പ് കൽപ്പിക്കാൻ കോടതിക്കാകുന്നില്ല. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന, വർത്തമാന കാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാണാൻ അതും കോടതിക്ക് കഴിയുന്നില്ല, ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രശ്നക്കാരാണ്. അവരുടെ ആരാധനകൾ, അതിനെ പുച്ഛത്തോടുകൂടി ഇവർ നോക്കിക്കാണുന്നു. അതിനെതിരെ തുടർച്ചയായി ഇല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം യോഗി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതായത് ഇവിടെ UPയിലെ പല ഭാഗങ്ങളിലുമായി ഏകദേശം 68ഓളം തീർത്ഥാടന കേന്ദ്രങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലത്താണ് പല തീർത്ഥാടന കേന്ദ്രങ്ങളും അപ്രത്യക്ഷമായത്, പല ക്ഷേത്രങ്ങളും അപ്രത്യക്ഷമായത്. 68ഓളം ക്ഷേത്രങ്ങൾ കാണാനില്ല എന്നാണ് പറയുന്നത്. അതിൽ 18 കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടത്രേ. ഷാഹി ജുമാ മസ്ജിദ് അത്തരത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു എന്നാണ് ഇവിടെ യോഗി പറയുന്നത്. അതായത് ഭരണത്തിൽ ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നു, സംഘപരിവാരങ്ങളെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് വേണ്ടി യോഗി പ്രേരിപ്പിക്കുന്നു. വല്ലാത്ത ഒരു പോക്കാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളെ വളരെ നേരത്തെ തന്നെ കണ്ട ഒരു മനുഷ്യനാണ് അബ്ദുൽ നാസർ മഅദനി. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അബ്ദുൽ നാസർ മഅദനി വളരെ നേരത്തെ തന്നെ വരാൻ പോകുന്ന ചില ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മളെ ബോധവൽക്കരിച്ചിരുന്നു. അത് നേരത്തെ കൂട്ടി മനസ്സിലാക്കി അത് പറഞ്ഞതിന്റെ ഭാഗമായി അദ്ദേഹം ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല. അത്തരമൊരവസ്ഥയിലാണ് ആ മനുഷ്യനുള്ളത്. എന്തായാലും ഞാൻ അദ്ദേഹത്തെ ഇവിടെ ഒന്ന് ഓർത്തു പോവുകയാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അദ്ദേഹം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഈ ഒരു വർത്തമാന കാലത്ത്
ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾ, ദളിത് വിഭാഗങ്ങൾ, ഇവരൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കാൻ തയ്യാറാകണം. അബ്ദുൽ നാസർ മഅദനി നടത്തിയ പ്രസംഗങ്ങളെ കുറിച്ചും പരിശോധിച്ചാൽ നമുക്ക് ആ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലുമൊക്കെ നമുക്കത് കണ്ടെത്താൻ കഴിയും. ആ പ്രസംഗങ്ങളും ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം. തീർച്ചയായും ഇത്തരക്കാർക്കെതിരെ അതിശക്തമായ പ്രതികരണം ഉയർന്നു വരണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.